ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹാഷ് ബ്രൗൺ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഹാഷ് ബ്രൗൺ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നേരെ വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതുപോലുള്ള ഒരു ഗ്രേറ്ററിലാണ് കേട്ടോ. ഒരുപാട് വലിയ ഹോളാകാൻ പാടില്ല, അതുപോലെ തന്നെ തീരെ ചെറിയ ഹോളാകാൻ പാടില്ല. ഈ ഒരു ഗ്രേറ്ററിൽ ഇതിൽ വെച്ചിട്ടല്ല നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ അത്യാവശ്യം വലിയൊരു ഹോളാണ്, എന്നാലും ഇതിൽ നിന്നും വലിയ ഹോളിൽ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല. എങ്കിൽ വലിയ വലിയ പീസായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. എന്നിട്ട് നേരെ ഇതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 3-4 തവണ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ പോകാനാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 2-3 വെള്ളത്തിൽ നമ്മളൊന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 വെള്ളം വരെയും കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു തവണയും കൂടി ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിതാ നേരത്തെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഉരുളക്കിഴങ്ങ് കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളവും നന്നായിട്ടൊന്ന് പോയി കിട്ടും. ഫസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് സവാളയും കൂടിയാണ്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാവും. ഈ ഒരു അളവിൽ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ അണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത വെളുത്തുള്ളി അല്ലിയും കൂടി. ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിക്ക് പകരം നമ്മുടെ വെളുത്തുള്ളി പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത പച്ചമുളകും കൂടി നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഞാനിപ്പോൾ ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. പകുതിയിൽ കൂടുതൽ അളവിൽ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. നമ്മളിപ്പോൾ ഇതെല്ലാം ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പകുതിയിൽ കൂടുതൽ വെന്തിട്ടാണുള്ളത്. ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 50 ഗ്രാം അളവിൽ കോൺഫ്ലോറും കൂടി. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരം നമുക്കിതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. മൈദാമാവാണെന്നുണ്ടെങ്കിൽ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് മൈദാമാവ് ചേർക്കാൻ വേണ്ടി നിൽക്കേണ്ട. പകുതി അളവിൽ മൈദാമാവും അതുപോലെ തന്നെ പകുതി അളവിൽ അരിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുത്തേക്കണം. അതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടേണ്ടത്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി വേണ്ടത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ ഞാനിപ്പോൾ കുറച്ച് മിക്സ് കയ്യിലെടുക്കുകയാണ്. കയ്യിലേക്ക് ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
ഈ ഒരു രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിലേക്ക് ചീസ് ഫില്ല് ചെയ്തിട്ടും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയതിൻ്റെ നേരെ പകുതി മാത്രം അളവിൽ മിക്സ് എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റ് പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള ചീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചീസും വെച്ച് കൊടുത്തിട്ട് വീണ്ടും അടുത്തൊരു പോർഷൻ എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം. എങ്ങനെ വെച്ചാലും നന്നായിട്ട് കട്ടിയായിട്ട് ആകാൻ വേണ്ടി പാടില്ല, നല്ല തിന്നായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചീസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചീസ് ഇല്ലാതെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. രണ്ട് രീതിക്ക് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോന്നും തയ്യാറാക്കി എടുത്തതിന് ശേഷം നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം പിന്നീട് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇട്ട ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് ഹാർഡായി തുടങ്ങുമ്പോൾ മാത്രം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ആയിട്ടിരിക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് കിട്ടാനായിട്ട്. എന്ന് വെച്ചിട്ട് ഒരുപാട് കളർ വരുന്നവരെ, അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ, അങ്ങനത്തെ ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉടൻ തന്നെ എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ചീസ് വെച്ചും തയ്യാറാക്കി എടുക്കാം, ചീസ് ഇല്ലാതെയും തയ്യാറാക്കി എടുക്കാം. ചീസ് ഇല്ലാതെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്രിസ്പി ആയിരിക്കും. ചീസ് വെച്ച് തയ്യാറാക്കുമ്പോഴത്തേക്കും അകം നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാവും. ഇത് രണ്ടുമാണ് രണ്ടിലുള്ള തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ രീതിക്ക് അനുസരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പുറംഭാഗം എല്ലാം ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു 3-4 കൂടി ഇനി ചെയ്യാനായിട്ടുണ്ട്. അതും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹാഷ് ബ്രൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.